മറ്റൊരു വാഹനാപകട വാർത്തയിലേക്കാണ് പോകുന്നത്. മലപ്പുറം കുറ്റിപ്പുറം പെരുമ്പറമ്പിൽ വാഹനാപകടത്തിൽ 2 പേർക്ക് ദാരുണാന്ത്യം. ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച് ഇന്ന് പുലർച്ചെയാണ് അപകടം ഉണ്ടായത്. ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ച എടച്ചലം സ്വദേശി റസാഖ്, പാണ്ഡികശാല സ്വദേശി ശ്യാം എന്നിവരാണ് മരിച്ചത്. കെ ജിഷാദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ജിഷാദ്, രാവിലെ തന്നെ ഒരു അപകട വാർത്തയാണ്. എന്താണ് സംഭവിച്ചത്? ഈ മഴ ഒരു പ്രശ്നമായിട്ടാണോ ഈ അപകടം സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്? ഹരി, ദേശീയപാത 66 പെരുമ്പറപ്പിലാണ് ഈ അപകടം സംഭവിച്ചത്. പുലർച്ചെ 1 മണിക്കായിരുന്നു ഈ അപകടം. ഓട്ടോറിക്ഷയും ഫോർച്യൂണർ കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ ബാക്കിൽ വന്ന ഓട്ടോറിക്ഷയ്ക്ക് പുറകിൽ ഫോർച്യൂണർ കാർ അമിത വേഗതയിൽ വന്ന് ഇടിക്കുകയായിരുന്നു എന്നാണ് നിഗമനം. ഈ അപകടത്തിൽ എടച്ചലം സ്വദേശി റസാഖ്, അതുപോലെ പാണ്ഡികശാല സ്വദേശി ശ്യാം എന്നിവരാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഇവർ രണ്ടുപേരും അടുത്തടുത്ത പ്രദേശക്കാരാണ്. ഈ വാഹനങ്ങൾ രണ്ടും ഒരേ ദിശയിൽ കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോവുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന യാത്രക്കാരെ നിസാര പരിക്കുകളോടെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എടച്ചലം സ്വദേശി റസാഖിനെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഈ മൃതദേഹം കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ ഗുരുതര പരിക്കേറ്റ ശ്യാമിനെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും തുടർന്ന് ശ്യാമിന്റെ നില ഗുരുതരമായി തുടർന്ന് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. തുടർന്ന് അവിടെ വെച്ചാണ് അന്ത്യം സംഭവിക്കുന്നത്. ഈ മൃതദേഹം കോട്ടക്കൽ മിംസ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ പ്രദേശത്ത് അമിത വേഗതയാണ് വാഹനങ്ങൾ അതായത് ദേശീയപാത പുതിയ ഹൈവേയിലാണ് ഈ അപകടം നടക്കുന്നത്. അമിത വേഗതയാണെന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. കാരണം ഈ ചാറ്റൽ മഴയും അപകടത്തിന് കാരണമായേക്കാം എന്ന് നിരീക്ഷിക്കുന്നു. ഹരി, വ്യക്തമാണ്. ജിഷാദാണ് വിവരങ്ങൾ നൽകുന്നത്. അമിത വേഗതയിൽ സഞ്ചരിച്ചിരുന്ന കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചാണ് ആ ഒരു അപകടം സംഭവിക്കുകയും ചെയ്തത്. 2 പേരാണ് അപകടത്തിൽ മരണപ്പെട്ടത്. രാവിലെ തന്നെ വളരെ സങ്കടം നിറഞ്ഞ വാർത്തകളാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഈ അപകടം പ്രത്യേകിച്ച് നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണുമ്പോൾ എത്ര ഭീകരമായിരുന്നു ആ അപകടം എന്നുള്ളതും വ്യക്തമാവുകയാണ്. ആ കാറ് തലകീഴായി മറിഞ്ഞു നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. ഓട്ടോറിക്ഷയും ആകെ മൊത്തത്തിൽ പൊളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു അപകടത്തിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയും മാത്രമാണ് എന്നുള്ളതും കൂടി പ്രേക്ഷകർക്ക് മനസ്സിലാവും. അത്രമേൽ ദാരുണമായ ദൃശ്യങ്ങളാണ് ഈ അപകടത്തിൽ ഉണ്ടായത്. കെ ജിഷാദാണ് വിവരങ്ങൾ നൽകിയത്.